ഈ അനാസ്ഥ എന്ന വാക്കൊക്കെ വളരെ ചെറുതായി പോകുന്ന അതെ, അതിലേക്കാട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്താ ഉറക്കം വരുന്നു. ശരിക്കും പല വീടുകളിലെയും കക്കൂസിന്റെ ഓവ് തന്നെ ഇവിടേക്കാണ് തുറന്നിരിക്കുന്നത്. നോക്കൂ, അതിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇന്ന് ആളുകൾ ഒരു തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് ചെവിയിലേക്കൊക്കെ മാലിന്യം പോയിട്ട് അപകടം വരാൻ സാധ്യത. അപ്പോൾ അത്രയ്ക്കും മാലിന്യമാണ് അവിടെ കിടക്കുന്നത് എന്നുള്ളതാണ്. ഈ മെയ് മാസം തന്നെ വലിയ തോതിൽ അവിടെ മഴയുണ്ടായ സമയത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. അപ്പോൾ അന്ന് വലിയ പ്രശ്നം വന്നു. അതിനുശേഷമാണ് ഇത് സമയത്തിന് ക്ലീൻ ചെയ്യാത്തോണ്ടാണ്. അപ്പൊ അന്ന് ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു മാലിന്യ നിർമ്മാർജ്ജനം ഒരു ഘട്ടത്തിൽ നടന്നു. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ള കൃത്യമായി നടപ്പാക്കണം എന്നുള്ളൊരു കാര്യം നടപ്പാവാറേ ഇല്ല. മേയർ പറയുന്ന വാചകം എന്ന് പറയുന്നത് റെയിൽവേയുടെ വേസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് കപ്പുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതാണ് അവർ പറയുന്നത്. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. ഇതാണ് അവർ പറയുന്നത്. എന്തൊരു ബാലിശവും ഇപ്പൊ പറയാൻ പാടില്ല. അവരൊക്കെ ആ സ്ഥാനത്തിരിക്കേണ്ട സമയം, അവരെ മാറ്റേണ്ട സമയം എത്രയോ അതിക്രമിച്ചു. അതിനുശേഷം ആ വിഷയം ചർച്ച ചെയ്യാൻ എന്റെ ചർച്ചയിൽ വന്നിരുന്നത് അവിടുത്തെ കൗൺസിലറായ ഗായത്രി ബാബു. അവരുടെ പരിമിതികളും അവർ ചെയ്ത കാര്യങ്ങളും അവർക്കെതിരെ വരുന്നതിനൊക്കെ വളരെ മാന്യമായിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അതിനൊക്കെ ഒരു സമയവും കാലവും എങ്ങനെ പ്രതികരിക്കാം എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു തൊഴിലാളി എങ്ങനെയാണ് ഈ മാലിന്യം, ഓടകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി തൊഴിലാളികൾ ഇറങ്ങാൻ പാടില്ല. അത് കോടതി വിധിയുണ്ട്. ഇതിൽ റോബോട്ടിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള വിധിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ നൌഷാദിന്റെ സംഭവത്തിന് ശേഷമാണ് കോഴിക്കോട്, അത് 2015 നൌഷാദ് 2 ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിന് സർക്കാർ പിന്നീട് സഹായം നൽകിയതിന് എങ്ങനെയാണ് വെള്ളാപ്പള്ളി പരാമർശിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഈ സ്കൂബ ഡൈവേഴ്സ് അതിനകത്തേക്ക് പോകുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഈ മാലിന്യം അടിഞ്ഞുകൂടി പാറ പോലെ ആയിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്. ഇതൊക്കെ അവിടുത്തെ ഒരു സാഹചര്യം. അന്ന് 25 കോടിയായിരുന്നു ഓപ്പറേഷൻ അനന്തയുടെ 1ാം ഘട്ടത്തിന് ചെലവായത്. എന്തുകൊണ്ട് തുടർച്ചയുണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഇടത് സർക്കാരുകൾ തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, ഞാൻ കുടിക്കും, പെടുക്കും, നീ ആരോട് ചോദിക്കാൻ. റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള അഴുക്കുചാൽ ശുചീകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പാക്കിയത് കേരളത്തിലാണ് കേട്ടോ, ഗുരുവായൂരിൽ. മാൻഹോളിൽ മനുഷ്യർ ഇറക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഉത്തരവ് തന്നെ ഇവിടെ നിലവിലുണ്ട്. എന്നാലും മനുഷ്യർ ഇറങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് പലയിടത്തും ഈ രൂപത്തിലുണ്ട് എന്ന്. പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെപ്പോലുള്ളവർക്കൊന്നും ഇതിന്റെ വില അറിയില്ല. 1500 രൂപ എന്നുള്ള ദിവസ കൂലിക്ക് വേണ്ടി ഒരു സംവിധാനവുമില്ലാതെ ഈ തൊഴിലാളി ഇറങ്ങുന്നു. ആ തൊഴിലാളിയെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അയാളെ കാണാതാകുമ്പോഴാണ് അറിയുന്നത്. ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇവർ ഇറങ്ങാറുണ്ടായിരുന്നത്. അന്നം നേരത്തിനും കാലത്തിനും ഇത് അങ്ങോട്ട് അകത്തോട്ട് ചെന്നില്ലെങ്കിലേ ഏത് തട്ടുംപുറത്തെ ഭദ്രനായാലും തല വെക്കൂല. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം.